ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആഷസ് ക്രിയേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറിക്ക് പുളി ഇഞ്ചിന്നും ഇഞ്ചി പുളിയെന്നും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. സദ്യയിലൊക്കെ ആണെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവം തന്നെയാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് നീളത്തിലൊന്നും അരിഞ്ഞിട്ട് കുരുകുരാന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് വന്നോളൂ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ചൂടൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 25 ഗ്രാം പുളി ചേർത്ത് കൊടുക്കാം. ഇത്ര ഒരു ഉണ്ട, ചെറിയൊരു എന്താ പറയുക, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഉണ്ട ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ചൂടുള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇത് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ചൂടൻ വെള്ളത്തിൽ ഇടുവാണില്ലേ പെട്ടെന്ന് തന്നെ ആ പുളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് ഇറങ്ങി കിട്ടിക്കോളും. നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഈ ഇഞ്ചിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതുവരെ വഴറ്റിയെടുക്കണം. 100 കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി ആകുമ്പോൾ തന്നെ ദഹനത്തിനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഒപ്പം ഇതിപ്പോൾ നോർമലായിട്ട് നമ്മൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിലും ഇഞ്ചിക്കറി കുറച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇഞ്ചിക്കറിയിലാണെങ്കിൽ തന്നെ എല്ലാ വിധത്തിലുള്ള ദഹന രസങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കാരണം എരിവ്, പുളി, മധുരം എല്ലാം വന്നുണ്ട്. ഇനി ഇഞ്ചി കുറച്ചൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി നമ്മൾ കയ്യിലെടുത്തൊന്ന് ഞരടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവം വരെ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ ആ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയതിന് ശേഷം വേണം കേട്ടോ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാല്ലേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ ഒഴിക്കില്ലേ, അതുപോലെ ഒഴിച്ചാലും മതി. അപ്പോൾ പുളി ഒരു 10 മിനിറ്റെങ്കിലുമൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോഴാണ് അത് ശരിക്കും എന്താ പറയുക, ആ വെള്ളത്തിലിട്ട് നല്ലപോലെ പുളിയും കൂടെ ഇറങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ, കാരണം നമ്മൾ 2 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഇതായിപ്പോൾ നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ, അതായത് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. പിന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ഉണങ്ങിയൊരു ടിന്നിലിട്ട് അടച്ച് വെച്ചേക്കുകയാണെങ്കിൽ കുറച്ച് നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂണ് കാര്യങ്ങളൊക്കെ നല്ല ഉണങ്ങിയത് തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നാളും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴാട്ടോ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അതായത് ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. അന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻസ്.